ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജനുവരി മാസം 2024 ജനുവരി മാസത്തെ ഫലമാണ് പറഞ്ഞത്. ജനുവരി മാസത്തിൽ വൃശ്ചിക രാശിക്കാർക്കുള്ള ഫലമാണ്. അതായത് വിശാഖത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അനിഴവും തൃക്കേട്ട ഫുള്ളായിട്ടും ചേരുന്ന വൃശ്ചിക രാശിക്കാർക്ക് 2-ൽ സൂര്യനും ചൊവ്വയും, 4-ാം ഇടത്തിൽ ശനി, 5-ൽ രാഹു, 6-ൽ വ്യാഴൻ, 11-ൽ കേതു, ജന്മത്തിൽ അതായത് വൃശ്ചിക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രനും ബുധനും. ഇതാണ് ഗ്രഹസ്ഥിതി. ചാരവസാൽ നോക്കുമ്പോൾ ചാരവസാലുള്ള സൂര്യനും ചൊവ്വയുടെയും സ്ഥിതി അത്ര ഗുണകരമല്ല. 4-ൽ വ്യാഴം ശനി ഗുണകരമല്ല, കണ്ടക ശനിയെ തുടരുന്നുണ്ട്. 6-ാം ഭാവത്ത് നിൽക്കുന്ന വ്യാഴവും ഗുണകരമല്ല. അപ്പോൾ ഏകദേശം 3-4 ഗ്രഹങ്ങളില്ല, അതായത് മൊത്തം 7 ഗ്രഹങ്ങളുണ്ടെങ്കിൽ 9 ഗ്രഹങ്ങളുണ്ടെങ്കിലും ആ 9 ഗ്രഹങ്ങൾ ഏകദേശം ഒരു 6 ഗ്രഹങ്ങളിലെല്ലാം മറിഞ്ഞു പോയി നിൽക്കുകയാണ്. അത് കാരണം ഈ മാസം അത്ര ഗുണകരമായിട്ടുള്ളൊരു സമയമല്ല എന്ന് പറയാം. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടത് വെച്ച് പറഞ്ഞാൽ ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ദേഹസംബന്ധമായിട്ട്, ആരോഗ്യ സംബന്ധമായിട്ട്, മാനസിക സംബന്ധമായിട്ട് പിരിമുറുക്കം, അതുപോലെ മാനസിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ തലവേദന, ഒറ്റ തലവേദന, അതായത് ഒരു സൈഡിൽ മാത്രം ഉദിക്കുന്ന തലവേദന, അതുപോലെ തന്നെ നെഞ്ചുവേദന, പുറം വേദന, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഭയങ്കര കടുംപിടുത്തം ഉണ്ടാവും. ധനസംബന്ധമായിട്ട് ഭയങ്കര ടൈറ്റ് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലും ചില കലഹങ്ങളെല്ലാം വന്നു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം, സന്താനങ്ങൾക്ക് തമ്മിലുള്ള കലഹം, സന്താനങ്ങളുമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ, സന്താനങ്ങളുടെ പോക്കുകൾ അത്ര ക്ലിയർ അല്ല എന്നുള്ള ഒരു തോന്നലുകൾ കാരണം അവരെ ഉപദേശിക്കുന്നത് മൂലം തർക്ക വിഷയങ്ങൾ ഉണ്ടാവുക, കുടുംബ ബന്ധുക്കാരുകൾ തമ്മിൽ വഴക്കുണ്ടാവാനുള്ള സാധ്യത, ബന്ധു സഹായം ഇല്ലാതാവുക, ബന്ധുക്കൾ വിട്ടുപോവുക, എങ്ങനെ അവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ 4-ാമത്തെ മാതൃ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കാണുന്നുണ്ട്. മാതുലിനോ അരിഷ്ടത വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭവന നിർമ്മാണം വല്ലതൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ചിലപ്പോൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ധനനഷ്ടങ്ങൾ മൂലം അത് ഇടയിൽ വെച്ച് നിർത്തിപ്പോകേണ്ട സാഹചര്യം, അല്ലെങ്കിൽ ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട്, ധനം ഇല്ലാത്തത് കാരണം, അല്ലെങ്കിൽ ധനം വേറൊരാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളത് കാരണം കൊണ്ട് ധനം അവിടെ ഭവന നിർമ്മാണം നിർത്തി പോകാനുള്ള സാധ്യത. വാഹന സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളെല്ലാം വരാൻ, ലോൺ എടുത്ത് വാങ്ങിച്ച വാഹനങ്ങളെല്ലാം അടവ് തെറ്റിയിട്ട് ചിലപ്പോൾ അത് പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. മാനസികപരമായിട്ട് ഭയങ്കര പൊതുവെ ചിന്ത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഏത് ചെയ്യണം എന്നുള്ള ഒരു മനോവിഷമങ്ങൾ മനസ്സിനെ അലട്ടി വരുന്നുണ്ട്. കടബാധ്യത കാരണം പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാകും. അതിൽ കൂടുതൽ സ്ത്രീകളായിട്ടാണ് കാണുന്നത്. സ്ത്രീകൾ, ഈ രാശിയിൽ പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ധനം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ വരും, അല്ലെങ്കിൽ എവിടുന്ന് വാങ്ങും, എങ്ങനെ ചിന്തിക്കും എന്നുള്ള ഒരു ചിന്താഗതി വളരെ ദുരിതമായിട്ട് കാണുന്നുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ പണി നിൽക്കുന്നവർക്കെല്ലാം വളരെ ദുരിതമാണ് കാണുന്നത്. സാമ്പത്തിക സഹായമില്ലായ്മ, അതുപോലെ തന്നെ ധനസംബന്ധമില്ലായ്മ, കുടുംബത്തിൽ സമാധാനമില്ല, മാനസിക പിരിമുറുക്കം, ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം സാധിക്കാത്ത നിലവിൽ വരിക എന്നിവയെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള വിൽപ്പന, വാഹന സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള വർക്കുകൾ, അങ്ങനെയുള്ളവർക്കെല്ലാം വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയം. നാശനഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊഴിലെല്ലാം വൻ നഷ്ടങ്ങൾ വരിക, അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ടുവരുന്നവർക്കെല്ലാം വൻ നഷ്ടങ്ങൾ വരിക, തൊഴിൽ നിർത്തിവെച്ച് പോവുക എന്നിവയെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം പൊതുവെ കുറവായിട്ടാണ് കാണുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാറ്റിലും നേട്ടം ഉണ്ടാവുകയുള്ളൂ പറയും. ഭാഗ്യം വളരെ പൊതുവെ കുറവായിട്ട് കാണുന്നു. അത് കാരണം ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കാതെ ഭാഗ്യസൂക്തം ചെയ്യണം. ഭാഗ്യപരീക്ഷണം നിൽക്കാതെ ഭാഗ്യസൂക്തം നടത്തണം. ഭാഗ്യപരമായിട്ടുള്ള ഭാഗ്യം തെളിയുമ്പോൾ ഭാഗ്യസൂക്തം ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ ആഴ്ചയും ഓരോ ആഴ്ച വെച്ച് ചെയ്യുന്നത് വളരെ വെള്ളിയാഴ്ച ഉത്തമമായിരിക്കും. കർമ്മ സംബന്ധമായിട്ടുള്ള, തൊഴിൽ സംബന്ധമായിട്ടുള്ള, അതായത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന എല്ലാവർക്കും തൊഴിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. മേലധികാരികളുടെ ശാസന കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ചില പിഴവുകൾ പറ്റുവാനുള്ള സാധ്യതയുണ്ട്. കൈക്കൂലി സംബന്ധമായിട്ടുള്ള കേസുകളിൽ പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അഭിമാനക്ഷതം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കെല്ലാം ചിലപ്പോൾ ലിസ്റ്റിൽ മുന്നിട്ട് നിൽക്കുന്നവർക്കെല്ലാം തള്ളിപ്പോകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. വരുമാന വർധന വളരെ കുറഞ്ഞു വരുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. വരുമാനം ഉണ്ടെങ്കിലും അത് കയ്യിൽ നിൽക്കാതെ ചിലവായി പോവുക എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ധനം ചിലവായി പോകാനും പാഴായി പോകാനും
പാഴ്ചെലവുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ പെട്ടിട്ടുള്ളവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാലം, അപമാനകരം എന്ന് തന്നെ പറയാം. അപമാനത്തിന് ശതം ഏൽക്കുന്നൊരു സമയമാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ യാതൊരുവിധ രക്ഷയില്ലാത്തൊരു സമയമാണ്. അനങ്ങാൻ പറ്റാത്ത സമയം, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ ഒത്തുവരാത്ത സമയം, പുതിയ പ്രൊജക്റ്റുകളെല്ലാം തുടങ്ങാൻ പറ്റാത്തതും, അലച്ചിലുകൾ, ഒരുപാട് അലച്ചിലുകൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് പൊതുവെ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ള ഇപ്പോഴും കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പറയുന്നിടത്തോളം കാലം കുറച്ചുകൂടി കൂടുതലായിട്ടാണ് കാണുന്നത്. അലോപ്പതി മെഡിസിൻ സംബന്ധമായിട്ടുള്ള പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അവർക്കും കുറച്ച് അലച്ചിലുകൾ കൂടുതലായി വരുന്നുണ്ട്. ഉദ്ദിഷ്ടമായിട്ടുള്ള മരുന്നുകൾ ചെലവഴിക്കാൻ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. അതുപോലെ പുതിയ തരം മരുന്നുകൾ വിജയിപ്പിച്ചെടുക്കാൻ കാര്യം സാധിക്കാത്ത ലെവലുകൾ വരുന്നുണ്ട്. ഡോക്ടേഴ്സ്മാർക്ക് തലവേദന പിടിക്കുന്ന ഒരു സമയങ്ങൾ കൂടിയാണ്. ഫാർമസ്യൂട്ടിക്കൽ, മെഡിക്കൽ മേഖല എന്നിവ എല്ലാം കുറച്ചൊരു പ്രതികാരം പറഞ്ഞ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു സാഹചര്യം നേരിടേണ്ടി വരുന്നൊരു സമയം കൂടിയാണ് കാണുന്നത്. ആയുർവേദ സംബന്ധമായി നോക്കുകയാണെങ്കിൽ അതിലും വളരെ ലോവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നാവികസേന, വ്യോമസേന, കരസേന അങ്ങനെയുള്ള വ്യക്തികളിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ആപത്തുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പരീക്ഷണാർത്ഥം പരാജയം വരുന്നതിനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ട് ഇവിടെ ചെയ്യേണ്ട പരിഹാരം കണ്ടകശനിക്ക്, 4-ാം വർഷ സംബന്ധമായിട്ടുള്ള കണ്ടകശനിക്ക് തീർച്ചയായിട്ടും ഗ്രഹപൂജ, ശനിഗ്രഹ പൂജ തീർച്ചയായിട്ടും നടത്താൻ പറ്റുന്നവർ അത് നടത്തുക. അല്ലാത്ത പക്ഷം നീരാഞ്ജന നെയ്വിളക്ക് ശാസ്താ ക്ഷേത്രത്തിൽ നടത്തി വരിക. വ്യാഴത്തിങ്കിൽ വ്യാഴഗ്രഹ പൂജ നടത്താൻ പറ്റുകയാണെങ്കിൽ വ്യാഴഗ്രഹ പൂജ നടത്തുക. അല്ലാത്ത പക്ഷം മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം മഹാവിഷ്ണുവിന് നടത്തുക. അതും പറ്റിയില്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു തുളസിമാലയെങ്കിലും കൊടുത്ത് പ്രാർത്ഥിച്ച് പുഷ്പാഞ്ജലി നടത്തി വരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഈ ചാരവാസാലുള്ള ദോഷങ്ങൾ കുറച്ച് മാറിക്കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ നക്ഷത്രവസാൽ ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും പറയുന്ന തന്നെ വിശാഖ നക്ഷത്രക്കാർക്ക് മഹാവിഷ്ണുവിൽ പ്രീതി, അനിഴ നക്ഷത്രക്കാർക്ക് ശാസ്താവിൽ നീരാഞ്ജനം നെയ്വിളക്ക്, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശ്രീരാമക്ഷേത്രത്തിൽ വെടിവഴിപാട്, മീനോട്ട് കയറും, ഭാഗ്യസൂക്തം, തുളസിമാല എന്നിവയെല്ലാം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നമസ്കാരം.